അപ്പൊ നമ്മൾ ഇന്ന് പുറത്ത് പോവാണ് കേട്ടോ. എവിടേക്ക് പോവാ? പാലൂർക്കോട്ട. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു അരമണിക്കൂറിന്റെ ഒക്കെ റണ്ണിങ്ങേ ഉള്ളൂ. ചേച്ചിയുടെ മോന്റെ കൂടെ കേട്ടോ, ഓട്ടോയിലാണ് പോണേ. അപ്പൊ സ്കൂൾ കൂട്ടിയിട്ട് വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ, അതുകൊണ്ട് പിന്നെ പോയിട്ട് വേഗം പോരാ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടേക്കാ പോണേ അല്ലേ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഇതൊട്ടും ഒരു പ്ലാൻ ഇല്ലാത്ത പോക്കാട്ടോ. പോണെന്ന് എങ്ങോട്ടും ഈ ഒരു വെക്കേഷനിൽ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ അവിടുന്ന് ഒരു 3/4 മണിക്കൂർ ദൂരേ ഉള്ളൂ. നമ്മളെ ബഡ്ജറ്റിന് ഒക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് എങ്ങനെയും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വഴിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലൈസും പിന്നെ ഒരു കുടൽ പറഞ്ഞിട്ടൊരു സാധനവും പിന്നെ ഫ്രൂട്ടിയുടെ വേറെ എന്തോ പേരാ ഞാൻ മറന്നു, അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനൊരു പാൽഗോവ പറഞ്ഞിട്ടൊരു കേക്ക് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറിയിട്ട് പഴക്കമായിട്ടാണ് തോന്നുന്നു, ഭയങ്കര കാറിയ ചോയ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോണ വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉള്ളോട്ട് ഉള്ള ഒരു റബ്ബർ ഗാർഡും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലും മുട്ടിയും പോലുള്ള സ്ഥലങ്ങളാണ്. മുന്നേ അങ്ങനെയൊക്കെ കുറേയൊക്കെ മുന്നേ എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയ പോലെ ഒരു ഓർമ്മ ഉണ്ട് എന്നല്ലാണ്ട് ഇവിടേക്കൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഈ വഴി കാണുമ്പോൾ നമുക്ക് എവിടെയോ കണ്ട പോലെയൊക്കെ ഒരു ഓർമ്മ വരുവേ. കോട്ടയ്ക്ക് പാലൂർക്കോട്ടയ്ക്ക് കയറണ കല്ലിൻ്റെ ഒക്കെയാണ്. അപ്പം പൂജയൊന്ന് വീണു, പക്ഷെ ക്യാമറമാൻ പൊട്ടയുണ്ട്, അത് കിട്ടിയില്ല. പക്ഷെ ഈ കല്ലില്ലേ അവിടുന്ന് കൂടുതൽ പൊട്ടി വീണ നമ്മളിങ്ങനെ വീട്ടിലെ കുട്ടിക്ക് പനിയാ. ഞാൻ തരാൻ കിട്ടിയതരുന്നില്ല. ക്ഷീണ വിശപ്പിൻ്റെ ഒരു അസ്ഥിത ഇറക്കോ. ഞാൻ ഒരു മാങ്കോടെ കുപ്പിയുണ്ട്. വായോ എന്താ മറ്റേ കരോള് പോകുമ്പോ ഇതിൽ ഉഷാറുണ്ടായിരുന്നല്ലോ കാണാന്. ഞാനാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പൊട്ടിത്തെറിച്ചും കൊണ്ടും വെറുതെ കിക്കിടി പറഞ്ഞ് ചിരിച്ചും കൊണ്ടൊക്കെ പൂജുട്ടിയും ഞാനുമാണ് ഇങ്ങനെ. കണ്ണക്കുട്ടി സൈലൻ്റ് ആയിട്ടാണ് അന്നൊന്നും നടക്കുക കേട്ടോ. അവനങ്ങനെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടേ നടക്കുള്ളൂ. ഇന്ന് പ്രത്യേകിച്ചും ആൾക്ക് പനിയും കൂടെയാണ്. 2-3 ദിവസം കരോളും രാത്രിത്തെ അംഗമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആ മഞ്ഞ് കൊണ്ടിട്ട് എന്താണെന്നാവോ ഇന്ന് രാവിലെ നല്ല തലവേദനയും തലവേദനയായിരുന്നു ആൾക്ക്. പെട്ടെന്ന് പനി വരികയല്ല ചെയ്യുക, തലവേദന ആയിട്ടോ വരിക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചീമ്പല ആൾക്കുണ്ട്. ഞങ്ങളിത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് വന്നതാണ്. ഞാൻ വിചാരിച്ചു ഈ ആതിരപ്പള്ളി വാഴച്ചാലിൽ വെള്ളച്ചാട്ടല്ലേ അതുപോലെയൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. നോക്കുമ്പോൾ കുറേശ്ശെ വെള്ളമേ ഉള്ളൂ. ഇതന്നെ ഉണ്ടായത് ഭാഗ്യം. ഞാൻ എവിടെ പരിപാടി വെച്ചാൽ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പോണത്. അത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അവിടുന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നത് കാണുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വീഡിയോസിലൊക്കെ. പക്ഷെ അത് ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ തന്നെ നല്ല വെള്ളം ഉണ്ടാവും ഇത്രേ ഈ ഭാഗത്തൊക്കെ. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം. അതൊക്കെ കേട്ടിട്ട് കുറേ മുന്നേ നമ്മൾ പോണം എന്നിങ്ങനെ ഇവിടെ അടുത്താണ് പാലൂർക്കോട്ട എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് നമ്മൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെള്ളമുള്ള ടൈമിലായിരുന്നു ശരിക്കും വരുന്നത്. പക്ഷെ എനിക്ക് ഓവറായിട്ട് വെള്ളം കാണുമ്പോഴും ടെൻഷനാട്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഇങ്ങനെ ഈ പാറക്കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കൂടെ അങ്ങോട്ട് നേർക്ക് വന്നാലും എനിക്ക് ആ വയനാട്ടിലെ പ്രശ്നം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പറഞ്ഞ പോലെ പുഴയിലേക്ക് ഇറങ്ങുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആദ്യം കൂടുതലാട്ടോ. അതൊക്കെ കൂടെ ഉരുൾപൊട്ടി വരുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വരുമേ. പക്ഷെ എന്നാലും ഇങ്ങനെ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് അത്ര വലിയ ആദ്യം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും പൂജിറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടി പിന്നെ അങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ സൈലൻ്റായിട്ട്. അവന് അങ്ങനെ കുറേ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ വെള്ളം നല്ലോണം കുറവാട്ടോ. ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇത്ര വെള്ളം, പല ഫോഴ്സിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ മേലൊരു ഗുഹ ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ഞാനാണ് വരിക, നമ്മൾ അതിൻ്റെ കുടിക്കും. എനിക്കിങ്ങനെ അറിയാത്ത വഴിയിൽ ഇങ്ങനത്തെ ഈ ഗുഹയും അങ്ങനത്തെ കാടും ഉള്ളിലുള്ള പൊത്തും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നടക്കല്ലേ കേട്ടോ. എനിക്ക് പേടിയാണ്. പൂജിട്ടാണ് കേട്ടോ ധൈര്യത്തിൽ ഫ്രണ്ടിൽ നടക്കുക. അവൾക്ക് ഒരു പേടിയൊന്നുമില്ല. അവൾ ധൈര്യമായിട്ട് മുന്നിൽ നടക്കാം. അവളെ ഞാൻ മുന്നിലേക്ക് ഇട്ടിട്ട് ഞാൻ ബാക്കിലിടും നിൽക്കും. എല്ലാവരും അമ്മമാരും മുന്നിൽ ഇറങ്ങിയിട്ട് മക്കളെ സേഫാക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ സേഫാക്കില്ല എന്നല്ല. പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചെല്ലുമ്പോൾ എനിക്ക് എന്തോ പേടിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇവരുടെ നടുക്കൽ നിൽക്കാനേ ഞാൻ നോക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറിയപ്പോൾ നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഗുഹ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പേടിയായി, വല്ല പാമ്പോ ചേരയോ എന്തെങ്കിലും. സംഭവം രസമുണ്ട് കേട്ടോ ഗൈസ്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവും. പക്ഷെ എൻ്റെ പേടിക്ക് ഈ വെള്ളം മതി. മറ്റേത് ഒരുപാട് കാണുമ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ കൂടെ കാണുമ്പോൾ പേടിയാവും. ആ വയനാട്ടിലെ കാര്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ശരിക്ക് തട്ടിയില്ലേ. ഇവിടെ ഉണ്ടാവും, ഇവിടെ ആണെങ്കിൽ കല്ലും മുകുടൊക്കെ ആട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമുള്ള, ഇന്നധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട്. 2-3 ഏട്ടന്മാരും
പിന്നെ 2 താത്താരുണ്ട്, പിന്നെ ഒരു കപ്പിൾസ് ഉണ്ട്. അങ്ങനെയൊക്കെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒന്നും മുന്നിയുണ്ട്, കുറേ നേരം ഇരിക്കാൻ തോന്നും. കാലാവസ്ഥ അടിപൊളിയാ. ആയിരിക്കണ ഒരു കുരങ്ങൻ. അവിടെ നടക്കുന്ന വഴി മൊത്തം ഇങ്ങനെ ഉരുളൻ കല്ലുകളാണ് കേട്ടോ. നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴേക്കും അത് തെന്നിയിട്ട് വീഴാൻ പോകും. അങ്ങനെ ബാലൻസ് ഇല്ലാത്തൊരു നടത്തൊക്കെയാണ്. ഭയങ്കര പേടിയായിട്ട് ആൾക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തോന്നും എന്താ പത് എന്നൊക്കെ തോന്നും. പക്ഷേ റിയലായിട്ട് നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ നമുക്കത് കൂടെ നടക്കുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ എത്തൊക്കെ പൊത്തൊക്കെ വെച്ചിട്ടായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഗൈസ് നമ്മൾ വാങ്ങിയ 2 സാധനം മാട്ട സാധനമായിരുന്നു. കാറി ഇതെന്താ അതിൻ്റെ പേര്, ഫ്രൂട്ടി ഇല്ലേ, പിന്നെന്താ ഫ്രൂട്ടി തന്നെ അല്ലേ, മാംഗോ. അതും എക്സ്പയറി ഡേറ്റും കഴിഞ്ഞൊന്നും അതിൻ്റെ ചോയും മാറിയിരുന്നു. പിന്നെ കുടല് പറഞ്ഞ സാധനമില്ല മഞ്ഞ, അത് കാറി മറിഞ്ഞു. ഞാൻ ഒറ്റമൈനേനെ കണ്ടോണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ വാങ്ങിയ സാധനമൊക്കെ പൊട്ടായിരുന്നു. പിന്നെ കൂടെ വരുന്നവരും അജാതി മന്തോളായോണ്ട് ആരുമില്ല, അല്ല സുഖം. പക്ഷെ തോനെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വെള്ളമേ ഉള്ളൂ. എനിക്കിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുവേ അവിടുന്ന് സത്യം അവിടെ അങ്ങോട്ട് വരെ ഒരു വെള്ളം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവോ അവസ്ഥ. അതിന് മാത്രമല്ല വെള്ളം ഇല്ല. പക്ഷെ എനിക്ക് ഈ വെള്ളം പാകട്ടെ തോനെ കാണുമ്പോൾ എന്തോ ഒരു ഒന്നാമത് ഇവിടെ മൊത്തം പാറി ഒക്കെ കൂടെ നല്ല രസമുണ്ട് സംഭവം. ഞാൻ കുട്ടി മരിച്ചത്ര ഇവിടുന്ന് എങ്ങനെ ഒരു കുട്ടി വീണ് മരിച്ചുത്രേ. ഇപ്പോഴൊന്നല്ല, കുറേ ഇല്ലേ, കുറേ ആയിട്ടുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. ഈ സ്കൂൾ പിള്ളേരൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ ഭയങ്കര ഡേഞ്ചറാണ്. മേലുണ്ട് എത്ര കേട്ടോ ഗൈസ്. നമുക്ക് പോയി നോക്കാം. കയറാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കയറും, ഇല്ലെങ്കിൽ ഞാൻ പകുതിക്ക് ഇറങ്ങി പോരും. ഇവരൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റുമോ? കയറും. പോയി നോക്കാം. നമുക്ക് ഏതായാലും വന്നതല്ലേ, മെല്ലെ കയറാം. ടൈം ഉണ്ടല്ലോ. വെള്ളം അടി വാ കണ്ണുകുട്ടി വായോ, വാ പോയി നോക്കാം. ഇങ്ങോട്ട് വാ, നമുക്ക് കയറി നോക്കാം കേട്ടോ. പറ്റുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. അപ്പോൾ ആരും കയറണ്ട, അങ്ങോട്ട് പോരും. പോയി പിന്നെ സിമ്പിൾ. ഇതൊക്കെ എന്ത് ഇവിടേക്ക് വെച്ചോ, ഇവിടേക്ക് വെച്ചോ. എടുത്തവർക്ക് പൊരുത്തണ്ടാവില്ല. ആ ഫ്രൂട്ടി കുട്ടി നമ്മൾ തിരിച്ച് പോകുമ്പോൾ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു ജാതി ചോയായിരുന്നു കേട്ടോ. അപ്പോൾ കുടിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ കൂടെ ടെൻഷൻ എന്തായിരുന്നു എന്നറിയോ, ഈ സ്കൂൾ പിള്ളേരൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ അവർ ആ കളിച്ച് ഇങ്ങനെ ആ ഒരു ഇതിൽ എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഒന്നും ഇങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ലോണം നല്ല കുണ്ടുള്ള ഓരോ ഗർത്തങ്ങളാണ് കേട്ടോ. അത്രയും ആഴമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പിള്ളേരൊക്കെ വരികയാണെങ്കിൽ കൂട്ടം കൂടി വരികയാണെങ്കിൽ ശ്രദ്ധിക്കില്ലല്ലോ. ജസ്റ്റ് ഒരാൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞൊന്നും ഇങ്ങോട്ട് തോണ്ടിയാൽ മതി അടക്കണമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് കയറണത്. ചിരിക്കണമുണ്ട്, കയറാനും പറ്റണില്ല. അങ്ങനെ ഇന്ന ട്രോളിനുണ്ട് പൂജുട്ടിയൊക്കെ. കണ്ണൻകുട്ടി പാവം കേട്ടോ, സൈലൻ്റ് ആയിട്ട് എന്നെ ട്രോളൊന്നുമില്ല. അവൻ്റെ പിടിക്കണൊക്കെ ഉണ്ട്, പൂജുട്ടിൻ്റെ പിടിക്കണമുണ്ട്. അതിനനുസരിച്ച് എന്നെ കളിയാക്കണമുണ്ട് കേട്ടോ. ഇനി ഞാനില്ല. ഇവിടെയൊക്കെ നമ്മൾ വീട് വെച്ചേരുന്നെങ്കിൽ ഇവിടെ കേറിട്ട് നമ്മള് വീട് പോവാ നടക്കോ. സ്വതവേ നടക്കാൻ ഞാൻ നല്ല മടിച്ചാണ് കേട്ടോ. എനിക്ക് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് പറ്റാത്ത ആളാണ്. ഞാനാണ് കേട്ടോ ഈ കുന്നും മലയും കയറുന്നത്. വീഡിയോ എടുക്കാനുള്ള ഇമ്പം കൊണ്ട് മാത്രം കയറുന്നതാണ്. മറ്റേതല്ലെങ്കിലും ഞാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഉഷാറാട്ടോ. പകുതിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കണമെന്ന് പറയും. അത്രയും എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. അപ്പോൾ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത് കേട്ടോ. എനിക്ക് വീഡിയോ ഇടണമല്ലോ, കാണിക്കണമല്ലോ എനിക്കിത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം തള്ളി പിടിച്ച് കയറാട്ടോ. അതാണെങ്കിൽ കയറാൻ പറ്റണമില്ല. വലിയ വലിയ പാറകളൊക്കെ കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടും പാടാം. അവിടെ എത്തിയപ്പോഴും അതും പരാജയമായിരുന്നു. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ എന്തോ നമുക്കങ്ങനെ ചില്ല് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഈ കയറണ അത്ര കാണാനൊന്നും ഇപ്പം അവിടെ ഇല്ല കേട്ടോ. വെള്ളമുള്ള സമയത്തൊക്കെ അടിപൊളിയാവും. അത് വീഡിയോയിൽ നമുക്ക് കാണാൻ തന്നെ പറ്റും. വേറെ കുറേ ആൾക്കാരൊക്കെ വീഡിയോയിൽ എടുത്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് വെള്ളമാണെങ്കിൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പോരാന്നേ ഉള്ളൂ. അങ്ങനെ എന്നാലും നമ്മൾ ആ കുഞ്ഞു കുഞ്ഞു തുള്ളിയുള്ള വെള്ളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ടെൻഷൻ കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോഴാണ് കേട്ടോ. ഒരു ഉണ്ണി മരിച്ചു എന്നും പറഞ്ഞപ്പോൾ പിന്നെ അതായി പിന്നെ എനിക്ക് ടെൻഷൻ കുട്ടി ചാടിയതാ അത്രേ. അപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. കുറേ മുന്നേ നടന്ന സംഭവമാണെങ്കിലും അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വലിയ സങ്കടമല്ലേ. കുട്ടികളൊക്കെ വരുമ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ടി വരും. ഞാനാണെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല. അവിടെയൊക്കെ പെരും വഴുപ്പാണ്.
കാലിങ്ങോട്ട് വെക്കുമ്പോഴേക്കും എന്തൊക്കെയോ പിടിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വിടാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ വെള്ളമൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും ഇങ്ങോട്ട് വെയിലില്ലെങ്കിൽ കൂടെ നമ്മളോട് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഖമൊക്കെ തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി. ഞാനും പൂജുട്ടി മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പനി പിടിക്കുമോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടാളും ആണ് പോയതിൽ വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവളുള്ളതുകൊണ്ട് ചേച്ചിയുടെ മോളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാനൊക്കെ പറ്റി. കണ്ണനാണെങ്കിൽ പിന്നെ ഒരു ഉഷാറില്ലായ്മയിൽ അവൻ ഇങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കില്ല. അവനായതുകൊണ്ട് ചേച്ചിയുടെ കുട്ടിയായതുകൊണ്ട് അവൻ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നിൽക്കുന്നത് അത്രയും ഡേഞ്ചറാ, നല്ല വഴുപ്പുണ്ടായിരുന്നു. ഞാൻ പൂജിട്ടിയും കാര്യമായിട്ട് ഫോട്ടോസ്, ഞങ്ങൾക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇനി ഇറങ്ങണം. ഇത് കയറിയ പോലെയല്ല ഗൈസ്, ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമാണെന്ന് വെച്ചാൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഇറങ്ങണത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അതൊക്കെ ചില്ല് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വെയിലാറിയപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരും ഫാമിലീസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വല്ലാണ്ട് തിരക്കൊന്നുമില്ല. ഒറ്റയ്ക്കും തറ്റൊക്കെ ആയിട്ട് ഓരോ ഫാമിലീസൊക്കെ. പിന്നെ ഒന്നാമത് നമ്മൾ ശനി ഞായറൊന്നും അല്ലല്ലോ പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. കുറേ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ അവിടെ നിന്ന് നനയാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ പോയത് ഏതായാലും ഓക്കെ ആയി. പക്ഷേ ഇനി നമുക്ക് ഒരുപാട് വെള്ളമുള്ള സമയത്ത് പോകണം കേട്ടോ. അപ്പോൾ നേക്കായിരിക്കും തോന്നുന്നു. ഇങ്ങനെ കാണുമ്പോൾ വെള്ളം കൂടെ ഉണ്ടാകുമ്പോൾ അടിപൊളിയാവും തോന്നുന്നു. പക്ഷെ നമുക്കൊരു പേടി തോന്നും. എനിക്ക് എന്തോ ഒരു പേടിയൊക്കെ ഫീൽ ചെയ്തു. ഇറങ്ങാൻ ഇനി പാടാ. അപ്പോൾ ആ നെറുന്തലക്കൊക്കെ വെള്ളാക്കിയെന്നാ പക്ഷെ നല്ല രസമുണ്ട്. ഇറങ്ങണത് ഞങ്ങൾ കുറച്ചേ കാണിക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് വൻ സീനാണ് ഇറങ്ങണത്. ടാസ്കാണ്. എനിക്കത് വിഷയമല്ല കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാൻ എന്താ വെച്ചാൽ എല്ലാ കുന്നും കൂതും ഒന്നും എനിക്ക് കയറ്റവും എന്താ വെച്ചാൽ ജനിച്ചപ്പോഴേ ഇങ്ങനെ മരമൊക്കെ കയറിയിട്ടൊന്നും നടക്കുക. അതുകൊണ്ട് പിന്നെ മുകളിലൊരു പ്രശ്നമില്ല. നല്ല പാടാട്ടോ ഗൈസ്. ഇന്നെ കൂടെ നടക്കില്ല. മലയിലേക്ക് നടക്കാൻ തീരെ പറ്റാത്താണ്. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഇല്ല, ഞാൻ ഇറങ്ങില്ല. നമുക്ക് ഇറങ്ങാം ഗൈസ്. മാട്ടപ്പൂജ ഫോട്ടോ എടുക്കുകയാണ്. നമുക്കിനി ഒരു 10 ഫോട്ടോ എടുക്കണം എവിടെ വന്നാലും. ഗൈസിൻ്റെ കുട്ടിക്ക് പനിയാണ്. ഗൈസിൻ്റെ കുട്ടി എവിടെ പോയാലും ഇങ്ങനെ വാടി തളർന്നിട്ടാ ഞങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട്. ഇതൊരു പാവ ശുക്കുടുമണിയാണ്. ഇത് പഞ്ഞതാ അതൊന്നും ഇടില്ല കേട്ടോ. ഒന്നോടെ ഇരിക്കണ്ടേ എന്തേ വയ്യേ തല എനിക്കുണ്ടോ? ഇതിനാണെങ്കിൽ എവിടെ പോകുമ്പോഴും വയ്യേ. നമ്മളിവിടെ കറണം തിരിയല്ല പോവാ. കണ്ണൻകുട്ടീനെ കൊണ്ട് എവിടെ പോയാലും ഇതാട്ട അവസ്ഥ. ഒന്നുമില്ലെങ്കിൽ അവന് പോണേൻ്റെ തലേസ് അല്ലെങ്കിൽ പോണ അന്നൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചീമ്പലുണ്ടാവും, തലവേദനയോ അങ്ങനെ ഒരു ഉഷാറ് കുറവുണ്ടാവും. മിക്കതും അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെ. എന്നാലും അത് വന്നു കേട്ടോ പറ്റണ പോലെയൊക്കെ. വയ്യായ പോവണ്ട, നാളെ പോയാൽ മതി വെച്ചപ്പോൾ എല്ലാം പോവാക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് പോരില്ലായിരുന്നു, നാളെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ആണ് പോകുന്നത്, മാങ്ങച്ചാറൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ പിന്നെ എനിക്കും തന്നെ ഒരു സമാധാനം. അപ്പോൾ പോകുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 2 ദിവസം കഴിഞ്ഞാൽ പൂജിട്ടേക്ക് ക്ലാസ്സും തുടങ്ങും. അങ്ങനെ അവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസൊക്കെ. ഒരു അങ്ങോട്ടും കൂടെ തെറ്റി അടക്കണമെന്ന് പറയും കേട്ടോ. വിടുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ ഇരുന്നിട്ടും ഇറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നാണക്കേടൊന്നും വിചാരിച്ചില്ല. അങ്ങനെയൊക്കെ ഇറങ്ങി. ആകെ നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് താഴെ എത്തിയിട്ട് നമ്മുടെ ആ ഫ്രൂട്ടിയുടെ ബോട്ടിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് എടുക്കണമായിരുന്നു. അത് അവിടേക്ക് താഴേക്ക് ആരോ ഇട്ടായിരുന്നു കേട്ടോ, കാണാണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ എടുത്തു. അപ്പോഴേക്കും താഴെ വേറൊരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇറങ്ങലൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചെറിയ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ കയറി പോന്നു കേട്ടോ. മേലെ വരെ കയറിയിട്ട് ഇതിൻ്റെ മേലെയാണായിരുന്നേ. അവിടെ പോന്നിട്ട് ഇറങ്ങി. സന്തോഷമായില്ലേ ഗൈസ്? നിങ്ങളുടെ വെക്കേഷൻ ട്രിപ്പ് കാണാൻ സന്തോഷമായില്ലേടാ? ഇത്രയുള്ള അടിപൊളി ട്രിപ്പായിരുന്നു. പിള്ളേരൊക്കെ ഹാപ്പിയാണ്. പിന്നെ മണ്ടയ്ക്ക് ഇറക്കാൻ നന്നായി. അമ്മാതിരി ഇറക്കമായിട്ടാണ് കയറിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വലിയ ക്ഷീണമൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നാളേക്ക് എന്താ പാടുന്നൊന്നും അറിയില്ല. കയ്യും കാലൊക്കെ കുത്തി ഇറങ്ങിയിട്ട് ഇല്ല. അപ്പം ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ ഒരു ചായയും കടി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ. നമ്മൾ ആ വാങ്ങിയ സാധനം മൊത്തം പൊട്ടായിരുന്നു. തിരിച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ ഒട്ടും ഒരു മുറുക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മാസം തീർന്നിട്ട് അതൊരു മാട്ടച്ചോയ. പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു. ലേസ് മാത്രം കഴിച്ചോ. ലേസ് കഴിച്ചിട്ട് വെള്ളത്തിന് നനച്ചിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ വാങ്ങിയല്ലോ എന്നുള്ളതിൽ പോകുന്നതാണ്. കുടിക്കാനും പറ്റിയില്ല. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇനി വീട്ടിലെത്തി ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടേ കാണിക്കുള്ളൂ. ഒരുപാട് ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ കാലും ഇറക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ പോവാ. കഴിഞ്ഞു. അവിടെ ഒരു ടീം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ അവിടെ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞോട് വെള്ളമില്ല. പ്രായമുള്ളൊരു താത്തയൊക്കെയാണ്. കുട്ടികളുണ്ട്. കുട്ടികൾ കയറിക്കോട്ടെ, അവർക്ക് വിഷയമൊന്നുമില്ല.
അപ്പോൾ പ്രായമുള്ള താത്താരാ ഞാനോ പെട്ടു. ഇനി എന്തിനാ അവരെ പേടിയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മൾ പോവാട്ടോ. കണ്ണൻകുട്ടിക്ക് ഇന്നൊന്നും പറയാൻ മാർഗ്ഗമില്ല കേട്ടോ മുണ്ടാണ്ടിരിക്കുന്നത്. അത്രയും ഒരു വെള്ളമൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചെന്നിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോകാമെന്ന്, പള്ളി ഉണ്ട് ഇവിടെ, പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ തന്നെ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ നമ്മളെ മുസ്ലിം പള്ളി ആയിക്കോട്ടെ നമ്മൾ പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പൂജിട്ടീനായിട്ട് ഞാൻ ഇതുവരെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടില്ല. ഞാനും കണ്ണൻകുട്ടിയും പോയിട്ടുണ്ട്. എൻ്റെ ചെറുതിൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ആ സാറാമ്മ ടീച്ചറെ വീട്ടിലൊക്കെ പ്രയറിന് ഞാൻ ചെറുതിൽ പോയിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ പോകും. അപ്പോൾ എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര കണക്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങളായി പിന്നെ ഞാൻ പോയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് നേരം നിന്നു, അവിടെ ഒന്നും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ണൻകുട്ടി ഗേറ്റ് ഒന്നും എടുത്ത് തള്ളിയപ്പോൾ തുറന്നു. അപ്പോൾ ഞാനും അവനോട് പറഞ്ഞു പോയി നോക്കട്ടെ, ഞങ്ങൾ അവിടെ നിന്ന് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് ശരത്തിനോടും പൂജനോടും പറഞ്ഞിട്ട് ഞാനും കണ്ണൻകുട്ടി അവിടെ ഒരു വീട് കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പ് അവിടെ ആളുണ്ടാവും വെച്ചിട്ട് അവിടെ കോളിംഗ് ബെൽ അടിച്ച് കുറേ നേരം നിന്നിട്ടും ആളൊന്നും വന്നില്ല. പിന്നെ തിരിച്ച് പോരൊക്കെ ജനലിൽ കൂടെ ഒന്ന് കണ്ടാൽ മതി, എന്നാൽ ഇനി ജനലിൽ കൂടെങ്കിലൊന്നും കാണാമല്ലോ വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛനാണോന്ന് അറിയില്ല കേട്ടോ, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ബ്രദർ വന്നു. അപ്പോൾ ആൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കയറി തൊഴാൻ വേണ്ടിയിട്ടാണ്. ഞാനും പറഞ്ഞു ശരത്ത് വീഡിയോ കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു ഇതിനെന്താ കയറിയിട്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ കയറി തൊഴുത്. അവിടെ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് എവിടുന്നാന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അങ്ങനെ ഇമോഷണലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാൻ പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം നമ്മളൊരാളെ അങ്ങനെ സ്നേഹിച്ച് നമ്മൾ എപ്പോഴും ആളെ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ പരിഭവങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ആളോടാണ് പറയുക. പിന്നീട് ഒരുപാട് വർഷത്തിന് ശേഷം നമുക്ക് അയാളെ കാണാണ്ട് പിന്നീട് പെട്ടെന്ന് നമുക്ക് ആളെ കാണുമ്പോൾ ഒരു വിഷമോ സങ്കടമോ സന്തോഷമോ എന്തൊക്കെയോ അറിഞ്ഞുകൂടാ. എനിക്കെൻ്റെ പൊട്ടിപ്പോയി അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല തമ്പുരാനോട്. എൻ്റെ കഷ്ടതകളോ എൻ്റെ ദുഃഖങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയിരുന്നില്ല. സെയിം അങ്ങനെ തന്നെയായിരുന്നു പൂജുട്ടി. ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പൊട്ടിക്കറിയാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ റീസണൊന്നും അറിയില്ല. അങ്ങനെയും ഞങ്ങൾ അത്രയും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണ് അതൊക്കെ കൂടെ മല കുത്തി വന്നു എന്ന് അറിഞ്ഞൂടാ. എനിക്കൊരു നടുകടലിൽ പെട്ടിട്ട് നമ്മളൊരു എത്തും കരയില്ലാന്ന് നിൽക്കുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടില്ലേ, എനിക്ക് ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അത്രയും കരഞ്ഞിങ്ങോട്ട് തീർത്തപ്പോൾ ഞങ്ങൾ രണ്ടാളെ മൈൻഡ് ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ ഒരു സംഭവമായിരുന്നു. അവിടെ നിന്ന് പോകുന്നു. അതെനിക്ക് ഇങ്ങനെ വാക്കിൽ പറഞ്ഞിട്ട് ഒതുക്കാൻ പറ്റണ ഒരു ഇമോഷണൽ അല്ല കേട്ടോ. ആ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിരുന്നു. നമ്മൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ പോയിട്ട് അവിടെയൊക്കെ പോയി കണ്ട് തിരിച്ച് വീട്ടിലെത്തി. 1 മണിക്കൂറിൻ്റെയൊക്കെ റണ്ണിങ് ഉണ്ട് കേട്ടോ. ഞാൻ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞത് വിചാരിച്ചപ്പോൾ അരമണിക്കൂറുള്ളൂ എന്ന്. കഷ്ടി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ നിർത്തിയില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.